بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ബാബുകൾ സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് സിഹർ, അതുപോലെ സിഹർ അത് ഷിർക്കുൻ അക്ബർ ആകുന്നത്, ഷിർക്കുൻ അസ്ഗർ, അതുപോലെ സിഹറിന്റെ പേരിൽ പറയപ്പെടുന്ന മറ്റു ചില കാര്യങ്ങൾ, അതുപോലെ ജ്യോത്സ്യന്മാരടുത്ത് പോകുന്ന ആ കാര്യങ്ങളാണ് കഴിഞ്ഞ ബാബുകളിൽ പറഞ്ഞത്. അതിനെ തുടർന്നുള്ള ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കൊടുക്കുന്നത് ബാബു മാ ജാഅ ഫി നുഷ്റതി, നുഷ്റയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. നുഷ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഹർ ബാധിച്ച ഒരു വ്യക്തിക്ക് ചെയ്യുന്ന ചികിത്സക്കാണ് നുഷ്റ എന്ന് പറയുക. അതായത് ഒരാൾക്ക് സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ച് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയാണ് നുഷ്റ എന്ന് പറയുന്നത്. അയാൾക്ക് ബാധിച്ച ആ സിഹറിനെ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ ആശയം. ഈ നുഷ്റ എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്, ഇപ്പോൾ ഒരാൾക്ക് സിഹർ ബാധിച്ചു വിചാരിക്കുക, നമ്മൾ സിഹർ പറഞ്ഞു, ഒരാൾ പിശാചിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പോ ആ സിഹർ ബാധിച്ച വ്യക്തിയിൽ നിന്ന് ആ സിഹറിനെ ഒഴിവാക്കാൻ വേണ്ടി വേറൊരു പിശാചിനെ കൂടുതൽ സിഹറിലൂടെ തന്നെ, മറ്റൊരു സിഹറിലൂടെ തന്നെ ആ ബാധിച്ച സിഹറിനെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയക്കാണ് നുഷ്റ എന്ന് പൊതുവെ പറയുന്നത്. അതായത് സിഹർ ബാധിച്ച വ്യക്തിയുടെ സിഹറിനെ മറ്റൊരു സിഹർ കൊണ്ട് ഇല്ലാതാക്കുക. അതായത് ഒരു പിശാചിനെ കൊണ്ടുണ്ടായിട്ടുള്ള ഉപദ്രവം മറ്റൊരു പിശാചിന്റെ സഹായത്താൽ, ഇപ്പോൾ പിശാചിന് ശയാത്തീനുകൾക്ക് മൊത്തത്തിൽ ആകെ ഉദ്ദേശം എന്തേ ഉള്ളൂ, മനുഷ്യൻ ശിർക്കിലും കുഫറിലും ആയിട്ട് പഴച്ചു പോകണം. അപ്പൊ അത് എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുവോ അത്രത്തോളം അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അവരെന്ത് ചെയ്യും, കൂടുതൽ സഹായം ചെയ്യും. അപ്പോ ഒരു സിഹർ ബാധിച്ച വ്യക്തിയെ വേറൊരാൾ കൂടുതൽ ഈ ശിർക്കും കുഫറും സിഹറുമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ ചെയ്യുമ്പോൾ അത് ആ ബാധിച്ചതിൽ നിന്ന് കുറച്ച് ഒഴിവായി കൊടുക്കുന്നു. അതാണ് നുഷ്റ എന്ന് പറയുന്ന രീതി. പൊതുവെ അതിൽ വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്, ഇൻഷാ അല്ലാഹ് പറയും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. عن جابر أن النبي صلى الله عليه وسلم سئل عن النشرة. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ നുഷ്റയെ പറ്റി ചോദിക്കപ്പെട്ടു. ഇങ്ങനെ സിഹർ ബാധിച്ച ഒരാൾക്ക് ആ സിഹർ ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു സിഹറിലൂടെ ചെയ്യാൻ പറ്റുമോ, അത് അനുവദനീയമാണോ എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. അത് ഒരു തരത്തിലുള്ള സിഹർ തന്നെയാണ്. സിഹറിനെ ചികിത്സിക്കുക എന്നുള്ള പേരിൽ ചെയ്യുന്ന ആ പ്രവർത്തനം, അത് ചില മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടാവാം, ചില പ്രവർത്തനങ്ങൾ കൊണ്ടാകാം, അതെല്ലാം പിശാചിന്റെ പ്രവർത്തനം തന്നെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റവാഹു അഹ്മദ് ബിസനദിൻ ജയ്യിദിൻ വഅബൂ ദാവൂദ്, ഇമാം അഹ്മദ് ജയ്യിദ് ആയിട്ടുള്ള ഒരു സനദോട് കൂടി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. വഖാല സുഇല അഹ്മദ് അൻഹാ, ഇത് ഉദ്ധരിക്കുന്ന റാവി ആയിട്ടുള്ള ഇമാം അഹ്മദിനോട് ചോദിക്കപ്പെട്ടു അതിനെ പറ്റിയിട്ട്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇബ്നു മസ്ഊദ് യക്റഹു ഹാദാ കുല്ലഹു, ഇബ്നു മസ്ഊദ് ഈ നുഷ്റ എല്ലാം വെറുത്തിരുന്നു. സഹാബികളിൽ നിന്നുള്ള ഒരു അസറും കൂടി ആ വിഷയത്തിൽ പറയാൻ. അപ്പോ ഈ സിഹറിനെ ചികിത്സിക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ സിഹർ ഒരു രോഗം പോലെ തന്നെയാണ്. അപ്പോ എങ്ങനെയാണ് ആ സിഹറിനെ ചികിത്സിക്കുക? അതിന് അനുവദനീയമായ മാർഗങ്ങൾ ദീനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ശർഈയായി അനുവദിച്ചിട്ടുള്ള റുഖ്യകളുണ്ട്. ആ ഇനത്തിൽ പെടുന്ന നുഷ്റ എന്ന ഇനത്തിൽ തന്നെ പെടുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ മറ്റൊരു സിഹർ കൊണ്ട് ചെയ്യുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം അത് സിഹർ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള കാര്യമാണ്. അപ്പൊ അത് ഒരാളൊരു സിഹർ ചെയ്തു, അപ്പൊ അതിന് പകരമായിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടി വേറൊരു സിഹർ ചെയ്യുക എന്നുള്ളത് പോലെയാണ് ഈ നുഷ്റ വരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അമലു ശൈത്താൻ, പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം. وفي البخاري عن قتادة
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന റിവായത്തിൽ ഖതാദ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ് ഖുൽതു ലിബ്നിൽ മുസയ്യിബ്, ഞാൻ സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുള്ളയോട് ഞാൻ ചോദിച്ചു, റജുലുൻ ബിഹി ഖിബ്ബുൻ, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, ഔ യുഖദു അൻ ഇംറഅതിഹി, അതായത് എന്താണ് സിഹർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധം ജിമാഇൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല, അതിനൊരു തടസ്സം വരുന്ന രീതിയിലാണ് സിഹർ ബാധിച്ചിട്ടുള്ളത്. അയ്യുഹല്ലു അൻഹു ഔ യുനശ്ശറു, അവന്റെ വിഷയത്തിൽ അത് ആ സിഹർ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നുഷ്റ പോലെയുള്ള കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സഈദ് ഇബ്നു മുസയ്യിബ് താബിഈങ്ങളിൽ അറിയപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ആലിമായിട്ടുള്ള വ്യക്തിയാണ്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ ബഅസ ബിഹി, അതുകൊണ്ടൊരു കുഴപ്പമില്ല, അത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നമാ യുരീദൂന ബിഹി അൽ ഇസ്ലാഹ, കാരണം അതിലൂടെ ഉദ്ദേശിക്കുന്നത് അവിടെ അവന് ബാധിച്ചിട്ടുള്ള ആ കാര്യം ഒഴിവാക്കി കിട്ടാനുള്ള ഒരു ഇസ്ലാഹ്, നന്മ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്യുന്നത്. ഫമ്മാ മാ യൻഫഉ ഫലം യുൻഹ അൻഹു, ഉപകാരപ്രദമായിട്ടുള്ള ആ കാര്യം വിരോധിക്കപ്പെട്ടിട്ടില്ല എന്ന് സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാഹ് പറഞ്ഞു കൊടുക്കുക. അതായത് ഖതാദ റഹിമഹുല്ലാഹ് സിഹർ ബാധിച്ച ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് അത് ഒഴിവായി കിട്ടാൻ വേണ്ടി നുഷ്റ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ താബിഈ പണ്ഡിതൻ അനുവാദം കൊടുക്കുകയാണ്. വറുവിയ അനിൽ ഹസൻ അന്നഹു ഖാല, ഹസൻ അൽ ബസരി റഹിമഹുല്ലാഹിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു, ലാ യഹുല്ലു സിഹ്റ ഇല്ലാ സാഹിറുൻ, ഒരു സിഹറിനെ ഒഴിവാക്കുന്നത് നുഷ്റ പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത് സാഹിർ മാത്രമേ ചെയ്യുകയുള്ളൂ, കാരണം സാഹിർ മാത്രമേ ഒരു സിഹറിനെ ഒഴിവാക്കുന്ന പ്രവർത്തനം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ താബിഈ പണ്ഡിതന്മാർ, ഹസൻ അൽ ബസരി താബിഈ പണ്ഡിതനാണ്, ഇബ്നു മുസയ്യിബ് താബിഈ പണ്ഡിതനാണ്, അതിൽ ഒരാൾ അതിനെ അനുവദിച്ചുകൊണ്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഒരാൾ അത് ശരിയല്ല, അത് ചെയ്യുന്നത് സിഹറാണ് എന്ന തരത്തിൽ രണ്ട് റിവായത്തുകൾ വന്നു. അപ്പൊ എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? അപ്പൊ എങ്ങനെയാണ് ആ സിഹറിന് ചെയ്യേണ്ട ചികിത്സ എങ്ങനെയാണ്? ഈ രണ്ടിനെയും ജംഅ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കൃത്യത വരുത്തുന്നത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ കാര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അന്നുഷ്റത്തു, നുഷ്റ എന്നുള്ള ഈ കാര്യം അഥവാ ഒരു സിഹറിനെ ചികിത്സിക്കുക എന്നുള്ളത്, ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ, നുഷ്റ എന്ന് പറഞ്ഞാൽ സിഹർ ബാധിച്ചവനിൽ നിന്ന് സിഹറിനെ ഒഴിവാക്കുന്നതിനാണ് അന്നുഷ്റ എന്ന് പറയുന്നത്. വഹിയ നൗആനുൻ, അത് രണ്ടിനമുണ്ട്, അത് രണ്ട് രീതിയിലുണ്ട്. ഹല്ലുൻ ബിസിഹ്രിൻ മിസ്ലിഹി, ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ സിഹർ ബാധിച്ചവന്റെ സിഹർ ഒഴിവാക്കാൻ വേണ്ടി അതുപോലെ മറ്റൊരു സിഹർ ചെയ്തുകൊണ്ട് അത് ഒഴിവാക്കുക. നമ്മുടെ മനസ്സിൽ സിഹറിനെ കുറിച്ചുള്ള ധാരണമാണ്. സിഹർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഹർ പറഞ്ഞാൽ എന്താ? ആ സിഹർ പഠിച്ചിട്ടുള്ള വ്യക്തി ഒരു പിശാച് പറയുന്നത് പോലെ ചെയ്ത് ആ പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആ പിശാച് മുഖേന നേടിയെടുക്കുന്ന ചില സഹായങ്ങളാണ് സിഹർ എന്ന് പറയുന്നത്. അപ്പൊ ഒരാൾക്ക് ആ രീതിയിൽ സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു പിശാച് മുഖേന ആ സിഹർ പഠിച്ചിട്ടുള്ള വ്യക്തി അയാൾ അനുസരിക്കുന്ന പിശാച് മുഖേന അതിനെ ഒഴിവാക്കി കൊടുക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഒന്നാമത്തെ ഇനം. വഹുവല്ലദീ മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്, കാരണം പിശാച് മുഖേന ചെയ്യുന്ന കാര്യമാണ്. വഅലൈഹി യുഹ്മലു ഖൗലുൽ ഹസൻ, ഇങ്ങനെയുള്ള പ്രവർത്തനമാണ് ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറഞ്ഞത് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, സിഹ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള പ്രവർത്തനമാണ്. ഫയതഖറബു الناشر والمنتشر الى الشيطان بما يحب فيبطل عمله عن المسحور, ആ നുഷ്റ ചെയ്യുന്നവനും അത് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവനുമെല്ലാം പിശാചിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ആ സിഹർ ബാധിച്ചവനിൽ നിന്ന് ആ സിഹറിനെ ഒഴിവാക്കിയെടുക്കുന്ന പ്രക്രിയയാണത്. അത് പിശാചിനോട് സഹായം ചോദിക്കലാണ്, അത് പാടില്ലാത്ത കാര്യമാണ്, അത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്, സിഹർ പോലെ തന്നെയാണ്. വസ്സാനി, രണ്ടാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ അന്നുഷ്റതു ബിർറുഖിയതി, റുഖിയ ശർഈയായിട്ടുള്ള ദുആകൾ കൊണ്ട് ദിക്റുകൾ കൊണ്ടുള്ള നുഷ്റ. വതഅബ്ബുദാത്ത്, രക്ഷ തേടുന്ന സൂറത്തുകൾ കൊണ്ട് അതുപോലെ തന്നെ ഖുർആൻ കൊണ്ട് ദുആകൾ കൊണ്ടുള്ളത്. വൽ അദ്വിയതി വദ്ദഅവാതിൽ മുബാഹ, അതുപോലെ അനുവദനീയമായിട്ടുള്ള ദുആകൾ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുക എന്നുള്ളത്. ഫഹാദാ ജായിസുൻ, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു. അപ്പോ നുഷ്റ എന്നുള്ള ബാബിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നുഷ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഹർ ബാധിച്ചവനിൽ നിന്ന് ആ സിഹറിനെ ഒഴിവാക്കി കൊടുക്കുന്നതിനാണ് നുഷ്റ എന്ന് പറയുക. അത് പ്രധാനമായും രണ്ട് തരത്തിലാണ്. ഒന്ന്, സിഹർ ബാധിച്ചവനിൽ നിന്ന് സിഹറിനെ ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു സിഹർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു സാഹിറിന്റെ സഹായത്തോടു കൂടി പിശാചിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന നുഷ്റ, അത് അനുവദനീയമല്ല, അത് ശിർക്കിന്റെ ഇനത്തിൽപ്പെട്ടതാണ്.
അത് മറ്റേ സിഹർ പോലെ തന്നെ പിശാചിനോട് സഹായം തേടുന്നതാണ്. അത് സിഹർ തന്നെയാണ്, ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത് ഖുർആൻ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദുആകൾ കൊണ്ടും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ പഠിപ്പിച്ചിട്ടുള്ള മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന നുഷ്റ ഒഴിവാക്കുക എന്നുള്ളത് അത് അനുവദീയമായിട്ടുള്ള കാര്യവുമാണ്. ഇതാണ് സിഹറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഈ കാര്യം ഇതിന്റെ ഗൗരവം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിഹർ ബാധിക്കുന്ന സന്ദർഭത്തിലാണ് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ധാരാളം ആളുകൾ സിഹർ ബാധിക്കുമ്പോൾ, നാം കഴിഞ്ഞ ദർസുകളിൽ പറഞ്ഞു, സിഹർ എന്നുള്ളത് തൗഹീദുള്ള ആളുകൾക്കിടയിൽ അതൊരു ഗരീബായിട്ടുള്ള കാര്യമായിരിക്കും, അതത്ര അറിയപ്പെടാത്തൊരു കാര്യമായിരിക്കും. അതല്ലാതെ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളിലും എല്ലാം മുഴുകി കിടക്കുന്ന മുസ്ലിം സമൂഹത്തിനകത്ത് സിഹർ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ്. കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത്, കച്ചവടത്തിൽ പങ്കുചേരുന്ന ആളുകൾ തമ്മിൽ ചെയ്യുന്നത്, അങ്ങനെ വ്യാപകമായി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഒരു തരത്തിൽ സിഹർ ബാധിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? തിരിച്ച് അതുപോലെ ഒരു സാഹിറിന്റെ അടുത്ത് പോയിട്ട് ആരാണോ ഇങ്ങോട്ട് സിഹർ ചെയ്തത് അതിനെ ഒഴിവാക്കാൻ വേണ്ടി തിരിച്ച് അങ്ങോട്ട് സിഹർ ചെയ്യുന്ന ഒരു പ്രക്രിയ സമൂഹത്തിൽ സാധാരണയായി നടന്നു വരുന്നൊരു കാര്യമാണ്. അത് പാടില്ലാത്തതാണ്. സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ തൗഹീദുള്ള ആളുകൾക്കാണെങ്കിലും സിഹർ ബാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ശറഇൽ സ്ഥിരപ്പെട്ടിട്ടുള്ള റുഖിയ ശറഇയ്യ, അതുപോലെ ഖുർആൻ കൊണ്ടും അതുപോലെ തന്നെ സ്ഥിരപ്പെട്ടുള്ള ദുആകൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബികളിൽ നിന്നും സലഫുസ് സാലിഹീങ്ങളിൽ നിന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള റുഖിയയുടെ രീതികളിലൂടെയും മാത്രമേ അത് ചികിത്സിക്കാൻ പാടുള്ളൂ. അല്ലാതെ തിരിച്ചൊരു സിഹർ പോയി ചെയ്തുകൊണ്ടല്ല അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യൽ തെറ്റാണ് എന്നറിയിക്കാനാണ് ഈ ബാബ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഈ ബാബിന്റെ ഷർഹിൽ ഇമാം സഅദി റഹിമഹുല്ലാ അധികമൊന്നും പറഞ്ഞിട്ടില്ല. ആകെ പറഞ്ഞിട്ടുള്ളത് ബാബുൻ നുഷ്റ, നുഷ്റയുമായി ബന്ധപ്പെട്ടിട്ടത് വഹു ഹല്ലു സിഹ്രി അനിൽ മസ്ഹൂർ. നുഷ്റ എന്ന് പറഞ്ഞാൽ സിഹർ ബാധിച്ചവനിൽ നിന്ന് ആ സിഹറിനെ ഒഴിവാക്കലാണ്. ذكر فيه المصنف كلام ابن القيم في التفسير بين الجائز منه والممنوع وفيه كفاية. ഈ കിതാബിൽ മുസന്നിഫ് റഹിമഹുല്ലാ അഥവാ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ആ വിഷയത്തിൽ മതിയായതാണ്, കൂടുതലൊന്നും അതിനെപ്പറ്റി എഴുതേണ്ടതില്ല, പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സഅദി റഹിമഹുല്ലാ ഈ ബാബിനെ പറ്റി അധികമൊന്നും പറഞ്ഞിട്ടില്ല. അത്രയേ ഉള്ളൂ. നുഷ്റ എന്ന എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈ രണ്ട് രീതിയിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത ബാബ് ബാബുൻ മാ ജാഅ ഫീ തതയ്യുർ. തതയ്യുറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. തതയ്യുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം, ശകുനം നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. തതയ്യുർ എന്നുള്ള പദം വരാനുള്ള കാരണം അറബികൾക്കിടയിൽ ഈ ശകുനം നോക്കുന്നതിന് അറിയപ്പെട്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ പക്ഷികളെ പറത്തി വിട്ടുകൊണ്ട് അത് ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നല്ലത്, ഒരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നല്ല ശകുനമല്ല, അല്ലെങ്കിൽ ഒരു പക്ഷി പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകത, അങ്ങനെ ആ പക്ഷികളുമായി ബന്ധപ്പെട്ട് അവർ ശകുനം നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഈ തതയ്യുർ എന്നുള്ള പദം അധികമായി ഉപയോഗിച്ചിട്ടുള്ളത്. ഉദ്ദേശം ശകുനം നോക്കുക എന്നുള്ളതാണ്. ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം ഒരാൾ ചെയ്യാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരാൾ ഒരു യാത്ര പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകമായ രീതിയിൽ, ഇപ്പൊ അറബികൾ കണ്ട പോലെ അവരൊരു പക്ഷിയെ ഒരു യാത്ര പോകാൻ തുടങ്ങുകയാണെങ്കിൽ അവർ അപ്പൊ യാത്ര പോകണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്, അതിൽ നല്ലതാണോ ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ പക്ഷിയെ പറത്തും. എന്നിട്ട് ആ പക്ഷിയെ പറത്തി അത് വലതു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അത് നല്ലതാണ് യാത്ര, അപ്പൊ പുറപ്പെടാം. അതല്ലാത്ത ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അത് പുറപ്പെടാൻ പാടില്ല. അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ ശകുനുണ്ട്, അതുകൊണ്ട് ആ ദിവസത്തിൽ യാത്ര പോകാൻ പാടില്ല, ആ ദിവസത്തിൽ നിക്കാഹ് നടത്താൻ പാടില്ല, ആ ദിവസത്തിൽ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചില പ്രത്യേക സ്ഥലങ്ങൾക്കും സമയത്തിനും വ്യക്തികൾക്കും അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങളിലൂടെ അത് നന്മ ഉണ്ടാകും അല്ലെങ്കിൽ ദോഷമുണ്ടാകും എന്നെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിനാണ് ശകുനം എന്ന് പറയുന്നത്. അതാണ് തതയ്യുർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളുണ്ട്. അതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ആദ്യം കൊടുത്തിട്ടുള്ളത്. വഖൗലില്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞു സൂറത്തുൽ അറാഫിലെ 131-ാമത്തെ ആയത്തിൽ, അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അലാ, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നമാ ത്വാഇറുഹും, നിങ്ങളുടെ ശകുനം എന്നുള്ളത് ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലാണ്.
വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷെ അധിക ആളുകളും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്. ഈ ആയത്ത് പരാമർശിക്കുന്നത് സൂറത്തുൽ അറാഫിലെ ആ ഭാഗത്തുള്ള ആയത്തുകൾ പരാമർശിക്കുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ്. മൂസാ നബി അലൈഹിസ്സലാം അവനെ പറ്റി പറയുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഫിർഔനിന്റെ ആളുകൾ അവർക്ക് എന്തെങ്കിലും നന്മ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യമെല്ലാം അവർക്ക് ബാധിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് പറയും? ഇതൊക്കെ ഞങ്ങളുടെ ഗുണം കൊണ്ട് ലഭിച്ചതാണെന്ന് പറയും. അതല്ലാതെ അവരുടെ ഇടയിൽ വരൾച്ചയോ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഇത് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും മൂസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചിട്ടുള്ള ബനു ഇസ്രായേലുകാരുടെയും ശകുനം കൊണ്ടാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്നവര് പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ അവരുടെ ഈ വാദത്തെ റദ്ദ് ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്കാണ് അലാ ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, നിങ്ങളുടെ ശകുനം എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണ്. അഥവാ നിങ്ങൾക്ക് ഈ നന്മ വരുത്തുന്നതും നിങ്ങൾക്ക് ദോഷമുണ്ടാകുന്നതും അതെല്ലാം അള്ളാഹുവിന്റെ ഖളാ ഖദറിന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ നിങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയോ അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളുടെയോ അവരുടെ കൊണ്ട് ദോഷം കൊണ്ടൊന്നല്ല ഇങ്ങനെ ഉണ്ടാകുന്നത് എന്ന നിലക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുള്ള വാക്കാണത്. അപ്പോ ശകുനം എന്നുള്ള കാര്യം അത് ഒരു അടിസ്ഥാനവുമില്ലാത്തൊരു കാര്യം. കാരണം അള്ളാഹുവിന്റെ ഖദറിൽ, അള്ളാഹുവിന്റെ കഴിവിൽ, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ, അള്ളാഹുവിന്റെ മശീയത്തിൽ, ഉദ്ദേശത്തിൽ ഇതിലൊന്നും വിശ്വാസമില്ലാതെ അതിനെല്ലാം എതിർക്കുന്ന ഒരു കാര്യമാണ് ശകുനം എന്നുള്ളത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി അതുകൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി അതുകൊണ്ട് ദോഷം ഉണ്ടാവും, ആ നിലക്ക് വിശ്വസിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖദറിലെ വിശ്വാസം ശരിയല്ലാത്തത് കൊണ്ടുണ്ടാകുന്ന കാര്യമാണ്. മറ്റൊരായത്ത് സൂറത്തു യാസീനിലെ 19-ാമത്തെ ആയത്താണ്. വഖൗലിഹി ഖാലു ത്വാഇറുക്കും മഅക്കും. നബിമാർ ഈ ആയത്ത് പറയാനുള്ള സന്ദർഭം എന്താ വെച്ച് കഴിഞ്ഞാൽ, നബിമാർ സമൂഹത്തിനോട് അവരോട് ദീനിനെ പറ്റി ഉത്ബോധനം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോൾ അവർ തിരിഞ്ഞു കളയുമ്പോൾ, അവരത് അനുസരിക്കാതെ പോകുമ്പോൾ നബിമാർ പറഞ്ഞ വാക്കാണ് ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനം നിങ്ങളോടൊപ്പം ഉള്ളതാണ്. അഥവാ നിങ്ങൾ ഈ ദീൻ അനുസരിക്കാത്തത് കൊണ്ടും നിഷേധിക്കുന്നത് കൊണ്ടുമാണ് നിങ്ങൾക്ക് ഈ തരത്തിലുള്ള ദോഷങ്ങൾ ബാധിക്കുന്നത് എന്ന നിലക്ക് നബിമാർ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അവരുടെ കുഫ്ർ കൊണ്ടും അവരുടെ നിഷേധവും കൊണ്ടുമാണ് അവർക്ക് പല രീതിയിലുള്ള ബലാകളും പരീക്ഷണങ്ങളും വന്നു ചേരുന്നത്. അതല്ലാതെ വേറൊരു കാരണം കൊണ്ടല്ല, വേറെ ഏതെങ്കിലും സമയത്തിന്റെയോ ദിവസത്തിന്റെയോ കാലത്തിന്റെയോ പ്രശ്നം കൊണ്ടൊന്നല്ല എന്ന് നബിമാർ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ശകുനം നോക്കുക എന്നുള്ളത്, ഈ ശകുനപ്പിഴ ഇതുകൊണ്ട് ഗുണമുണ്ടാവും, ഇന്നയാളെ കൊണ്ട് ഉപദ്രവമുണ്ടാകും എന്ന നിലക്കുള്ള ആ ഒരു വിശ്വാസം അത് അടിസ്ഥാനമില്ലാത്തതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദറിലൊന്നും വിശ്വാസമില്ലാത്തതിന്റെ തെളിവായിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. അത് പിന്നെ ശിർക്കുൽ അസ്ഗറിൽ വരുന്ന ഒരു കാര്യമാണ്. അത് എത്രത്തോളമാണ് അതിനെ ഉൾക്കൊള്ളുന്നത്, അതായത് പിന്നെ ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കുൽ അക്ബറിലേക്ക് പോകും. അതല്ലാതെ ഇതിനെ നോക്കുക എന്നുള്ളത് ശിർക്കുൽ അസ്ഗറിന്റെ ഭാഗമായിട്ട് വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് കൊടുക്കുന്നത്. عن أبي هريرة رضي الله عنه, أبو هريرة رضي الله عنه ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ أن رسول الله صلى الله عليه وسلم قال, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, لا عدوى ولا طيرة ولا هامة ولا صفر زاد مسلم ولا نوء ولا غول. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണത്. അതിലാദ്യം പറഞ്ഞു ലാ അദ്വ, രോഗപ്പകർച്ചയില്ല എന്ന് പറഞ്ഞു. അഥവാ ഒരു രോഗം സ്വമേധയാ മറ്റുള്ളവർക്ക് പകരുന്ന അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമില്ലാതെ അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ അത് മാത്രം കാരണത്താൽ രോഗം പകരുന്ന അവസ്ഥ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രോഗം പകരണം എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തിന് കീഴിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെയും മശീയത്തിന്റെയും കീഴിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് ഒരു മുസ്ലിം വിശ്വസിക്കുന്നത്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിൽ അതല്ലാതെ തന്നെ രോഗത്തിന് സ്വമേധയാ മറ്റുള്ളവരിലേക്ക് പകരാനുള്ള കഴിവുണ്ട് എന്നുള്ള വിശ്വാസം
ജാഹിലി കാലഘട്ടത്തിൽ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യമില്ല, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് വലാ തീറത, ഈ ശകുനം അതില്ല എന്നുള്ളത്. പക്ഷികളെ വിട്ടുകൊണ്ടും അതുപോലെ തന്നെ ആ രീതിയിൽ ചെയ്യുന്ന പക്ഷികളെ പറത്തിക്കൊണ്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലോ വ്യക്തികളുടെ അടിസ്ഥാനത്തിലോ അങ്ങനെ എന്തെങ്കിലും പേരിലുള്ള ഈ ശകുനം ഇല്ല. അങ്ങനെ നോക്കിയിരുന്നത് വ്യാപകമായിട്ടാണ് ഉണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ, അതില്ല എന്ന് പറഞ്ഞു. വല ഹാമത്ത, ഹാമത്തില്ല. ഹാമത്ത് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു മൂങ്ങയാണ്. ആ മൂങ്ങ രാത്രിയിൽ ഒരു വീടിന്റെ അടുത്ത് വന്നുകൊണ്ട് അന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ വിശ്വാസം, ഇന്നും പല ആളുകളും ഇതുപോലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. ആ വീടിന്റെ അടുത്ത് നിന്ന് ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥൻ, ആ വീട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരാണോ അയാൾ മരണപ്പെടും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ശകുനം ഉണ്ടായിരുന്നത്. ഇതുപോലെ പല രീതിയിലുള്ള പക്ഷികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശകുനം എല്ലാം ഇന്നും നിലനിൽക്കുന്നത് കാണാം, പലരും പറഞ്ഞു കേൾക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെ അവർ വിശ്വസിച്ചിരുന്നു. ആ മൂങ്ങ രാത്രിയിൽ ഏത് വീട്ടിലാണ് വന്നിട്ടാണോ ശബ്ദമുണ്ടാക്കുന്നത് ആ ഗൃഹനാഥൻ മരിക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെടുമെന്നുള്ള ഒരു വിശ്വാസം അതുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല സഫറ, സഫറുമില്ല എന്ന് പറഞ്ഞു. സഫർ എന്നുള്ളതിന് രണ്ടർത്ഥത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അറബി മാസത്തിൽ മുഹറം, സഫർ, സഫർ എന്നുള്ള മാസത്തിന് പ്രത്യേകം അതിന് ഒരു ശകുനമുണ്ട്, നല്ലൊരു മാസമല്ല, അതിൽ വിവാഹം കഴിക്കുന്നത്, അതിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ദോഷമുണ്ടാക്കും എന്നൊരു ധാരണ അന്ന് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരർത്ഥം സഫറിന് പറയുന്നത് അത് വയറിലുള്ള ഒരു തരത്തിലുള്ള ഒരു ജീവിയാണ്. ആ ജീവി മറ്റുള്ളവരിലേക്ക് രോഗം പകർത്താൻ കഴിവുള്ള ഒരു ജീവിയാണ്, തന്നെത്താനുള്ള രോഗം പകർത്തുന്ന ഒരു ജീവിയാണ് എന്ന നിലക്കും സഫറിനെ വിശദീകരിച്ചത് കാണാം. എന്നിരുന്നാലും ഭൂരിഭാഗം സഫർ എന്നുള്ള മാസത്തിന് പ്രത്യേകമായിട്ടൊരു ശകുനം കണ്ടിരുന്നു. അതൊന്നും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പറയാം. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് മുസ്ലിമിന്റെ റിവായത്തിൽ വന്നിട്ടുള്ളത് വലാ നൗഅ, നൗഅ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ കൊണ്ട്, നമ്മൾ പറഞ്ഞല്ലോ നക്ഷത്രങ്ങൾക്ക് ഈ ഭൂമിയിൽ സ്വാധീനമുണ്ട് എന്നുള്ള നിലക്ക് അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് ഓരോന്ന് തീരുമാനിക്കുക. ആ നക്ഷത്രം എന്നുള്ളതുകൊണ്ട് ഇന്ന സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന ഉണ്ടാകും, അല്ലെങ്കിൽ ആ നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ടാണ് മഴ വർഷിക്കുന്നത്, ആ നിലക്കുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു ബാബു വരുന്നുണ്ട്. വല ഗൂല, ഗൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലുള്ള ജിന്നുകളുടെ വിഭാഗമാണ് എന്ന് അറബികൾക്കിടയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് മുശ്രിക്കുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആ ജിന്നുകൾ, ആ വിഭാഗത്തിലുള്ള ജിന്നുകൾ യാത്ര പോകുന്ന സന്ദർഭങ്ങളിൽ വഴിതെറ്റിക്കാനായിട്ട് അവരുണ്ടാകും. അപ്പോൾ ആ ജിന്നുകൾ വഴിതെറ്റിക്കാൻ അവിടെ ഉണ്ടാകുമെന്ന നിലക്ക്, അല്ലെങ്കിൽ വഴി തെറ്റിച്ചുകൊണ്ട് ആളുകളെ തെറ്റിക്കുന്ന ഒരു വിഭാഗം ജിന്നുകളുണ്ട് എന്ന നിലക്ക് അവർ യാത്രയിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ തരത്തിലുള്ള ജിന്നുകൾ. അതുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പഠിപ്പിക്കുമ്പോൾ, തൗഹീദിനെ പഠിപ്പിക്കുമ്പോൾ, അള്ളാഹുവിലെ വിശ്വാസത്തെ പഠിപ്പിക്കുമ്പോൾ അതിനെതിരായിട്ട് ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ കാര്യങ്ങളെയും, അള്ളാഹുവിലുള്ള വിശ്വാസത്തിനെ തകർത്ത് കളയുന്ന, തൗഹീദിനെ തകർത്ത് കളയുന്ന എല്ലാ കാര്യങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ഇല്ല എന്ന സമൂഹത്തിനെ പഠിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ഇതുപോലെയുള്ള പലതരത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് ചില കേട്ടറിവാണ്, അങ്ങനെ പറയുന്നത് കേൾക്കാം. പിന്നെ ഒടുവിലത്തെ ബുധൻ എന്ന് പറഞ്ഞ ഓരോ അറബി മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച അത് നല്ലൊരു ദിവസമല്ല, അന്ന് ഇങ്ങോട്ട് പോകാൻ പാടില്ല, നല്ല കാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ സാധാരണ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പൂച്ച കുറുകെ ചാടിയാൽ അത് ചെയ്യാൻ പാടില്ല, നമ്മൾ തിരിച്ചു പോരണം. അല്ലെങ്കിൽ എങ്ങനെയും പുറത്തിറങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ചെയ്യാൻ പാടില്ല, മോശപ്പെട്ട ശകുനാണ്. അങ്ങനെ പലതരത്തിൽ ചില ദിവസങ്ങളെയും ചില സമയങ്ങളെയും ചില പ്രത്യേക കാര്യങ്ങളെയും എല്ലാം പറഞ്ഞ്, അതുപോലെ ഈ മൂങ്ങയെ പോലെ കാലൻ കോഴിന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ജീവിയുടെ ശബ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ മരണം വരുമെന്ന് വിശ്വസിക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇന്നും മുസ്ലിം പേരുള്ളവരുടെ ഇടയിലും വ്യാപകമായി കാണുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ തൗഹീദിന് എതിരായിട്ടുള്ള കാര്യമാണ്. ഇതിനൊന്നും ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഖുറാഫാത്തുകളാണ്, ഒരടിസ്ഥാനവുമില്ലാതെ പറഞ്ഞു പരത്തപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിന്റെ തൗഹീദിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ്.
അടുത്ത ഒരു ഹദീസ് വലഹുമാ അൻ അനസ് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ അദ്വ വലാ തിയറത, അദ്വ ഇല്ല, രോഗപകർച്ചയില്ല, അതുപോലെ ശകുനമില്ല. എന്നിട്ട് പറഞ്ഞു വയുഅജിബുനി അൽ ഫഅലു, എന്നാൽ ഫഅലിനെ എനിക്കിഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഅൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഖാലു, അപ്പൊ സഹാബികൾ ചോദിച്ചു അമൽ ഫഅലു, എന്താണ് റസൂലേ ഫഅൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖാല അൽ കലിമത്തു ത്വയ്യിബതു, നല്ല വാക്കുകളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ തീറത്ത് അല്ലെങ്കിൽ ശകുനം എന്ന് പറയുന്ന ഈ കാര്യം അതിന്റെ അടിസ്ഥാനം തന്നെ അള്ളാഹുവിനെ കുറിച്ച് മോശം ചിന്ത വെക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളാൽ ഇതിങ്ങനെയാവുന്ന വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് മോശമായിട്ടുള്ള ചിന്ത വെക്കുകയാണ് അതിന്റെ അടിസ്ഥാനം. ഫഅൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു യാത്ര പുറപ്പെടാൻ സമയത്ത് ആരെങ്കിലും നല്ല രീതിയിൽ ഒരു വാക്ക് പറയാണ്, നല്ല പിന്നെ ആ യാത്രയ്ക്ക് സന്തോഷം നൽകുന്ന, നീ നേർമാർഗത്തിലായവനാണ്, നീ നല്ലൊരു അവസ്ഥയിലാണ്, ആ നിലക്കുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത, എന്റെ കാര്യം എളുപ്പമാകുമെന്ന് ചിന്തിക്കുന്നത്. അതാണ് ഫഅൽ എന്ന് പറഞ്ഞത്. ഫഅൽ മനസ്സിലാക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പത്തിലുള്ള ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നത് സുഹൈൽ ഇബ്നു അംറാൻ. ഉംറക്ക് ഇറങ്ങിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും. അപ്പൊ അങ്ങോട്ട് ഹുദൈബിയയിൽ വെച്ച് മുശ്രിക്കുകൾ തടഞ്ഞു, പോകാൻ പറ്റൂല, ഉംറ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. മുസ്ലിമീങ്ങൾ അവിടെ നിന്നു. അങ്ങനെ ചർച്ചകളും മറ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു തീരുമാനമാകുന്നില്ല. എന്താണ് അതിൽ കാര്യത്തിലൊരു തീരുമാനമാകുന്നില്ല. അപ്പൊ ചർച്ചയ്ക്ക് വേണ്ടി മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് വന്നത് സുഹൈൽ ഇബ്നു അംറാൻ. ആ സുഹൈൽ ഇബ്നു അംർ വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സഹാബികളോട് പറഞ്ഞൊരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈലാണ് വരുന്നത്. സുഹൈൽ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാക്കുന്നവൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ കാര്യം ഇൻഷാ അല്ലാഹ് അള്ളാഹു എളുപ്പമാക്കി തരും എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സുഹൈൽ എന്നുള്ള ആ വ്യക്തിയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കണ്ടു? ഒരു നല്ല ഒരു പ്രതീക്ഷ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നല്ലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ഒരു സംസാരം സംസാരിച്ചു. അങ്ങനെയുള്ള നല്ല സംസാരങ്ങൾ, അതുപോലെയുള്ള പ്രതീക്ഷയേകുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യം ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന, ഉന്മേഷം നൽകുന്ന കാര്യങ്ങൾ, അതിനാണ് ഫഅൽ എന്ന് പറയുക. നല്ല സംസാരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അത് തീറത്തിന്റെ ഭാഗമാണ്. അതായത് അതൊരു തരത്തിൽ ശൗര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്നതിന് തടസ്സമാകുന്ന ആ രീതിയിലുള്ളതല്ല. നല്ലൊരു വാക്ക് കേട്ടുകൊണ്ട് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാവുക, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക എന്നുള്ളത്, അതിനാണ് ഫഅൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറയിൽ വേറെയും സംഭവങ്ങൾ കാണാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില സന്ദർഭത്തിൽ പിന്നെ ഒരു തവണ പാല് കറക്കാൻ വേണ്ടി ഒരാൾ വിടുന്ന സമയത്ത് നല്ല പേരുള്ള, നല്ല കറവ് കിട്ടും എന്ന് അർത്ഥം വരുന്ന പേരുള്ള ഒരു സ്വഹാബിയെ വിട്ടുകൊണ്ട് പറഞ്ഞത് കാണാം. അവന്റെ പേര് അങ്ങനെയാണ്, അപ്പൊ നല്ല കറവുണ്ടാകും എന്ന നിലക്കൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെച്ച ധാരാളം കാര്യങ്ങൾ കാണാം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ അനുവദനീയമാണ്. അതിനാണ് ഫഅൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യമായിരുന്നു. അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലി അബീ ദാവൂദ് ബിസനദിൻ സഹീഹിൻ അൻ ഉർവ ഇബ്നു ആമിർ قال ذكرت الطيرة عند رسول الله صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഈ ശകുനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അതിനെ പറ്റിയിട്ട് പരാമർശിക്കുകയാണ്, സംസാരിക്കുകയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹ്സനുഹാ അൽ ഫഅലു. ഈ തീറത്തുമായി ബന്ധപ്പെട്ട്, ശകുനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഫഅലാണ്. അഥവാ ഇതുപോലെയുള്ള നല്ല എന്തെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് അത് നന്നാവും, ഇൻഷാ അല്ലാഹ് നല്ലൊരു കാര്യമായിരിക്കും, എന്തെങ്കിലും അടയാളമോ എന്തെങ്കിലും ഒരു വാക്കോ എന്തെങ്കിലും സംസാരമൊക്കെ കാണുമ്പോൾ അത് നല്ലൊരു കാര്യമായിരിക്കും എന്ന നിലക്ക് പ്രതീക്ഷിക്കുന്നത്, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുന്നത് നല്ലൊരു കാര്യമാണ്. വലാ തറുദ്ദു മുസ്ലിമൻ. അങ്ങനെ വെക്കുന്ന കൊണ്ട് എന്തില്ല, മുസ്ലിം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെ പിൻവലിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതായത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കുകയാണ്, അപ്പൊ ഇതുപോലെ നല്ലൊരു സംസാരം കേട്ടു, ആ കാര്യത്തിലേക്ക് സന്തോഷമേകുന്ന ഒരു കാര്യം കേട്ടു, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യാതെ പിൻവാങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമോ? ഇല്ല. അത് ചെയ്യാൻ കൂടുതൽ പ്രേരണ ഏകുന്ന ഒരു കാര്യമായിരിക്കും. അതേ സമയത്ത് ഈ ശൗര്യം നോക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ പൂച്ച കുറുകെ ചാടിക്കഴിഞ്ഞ ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയിട്ട് അതുമായി ഒരു ബന്ധമില്ലാത്തൊരു കാരണം കണ്ടിട്ട് എന്ത് ചെയ്യാണ്, അത് നന്നാവൂല എന്ന് പറഞ്ഞ് തിരിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെ എന്തില്ല, അതിനൊരു അടിസ്ഥാനവുമില്ല. പക്ഷേ ഈ ഫഅൽ, നല്ല വാക്കുകൾ ഉണ്ടാകുക, അതെല്ലാം നല്ലതാണ്. ഫൈദാ റഅ അഹദുകും മാ യക്റഹു. എന്നിട്ട് പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
അവൻ എന്തെങ്കിലും ഒരു കാര്യം അവന് വെറുക്കുന്ന ഒരു കാര്യം കാണുകയാണ് എങ്കിൽ, അഥവാ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചു, ആ സമയത്ത് അവൻ പ്രതീക്ഷിക്കാത്ത ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അവൻ നേരിടുകയാണ് എങ്കിൽ ചില ആളുകൾ പറയും, അത് ആ ദിവസത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രശ്നം കൊണ്ട് ഇറങ്ങിയതുകൊണ്ടാണ്, അങ്ങനെ പറയും. പക്ഷെ എന്താണ് പറയേണ്ടത്? ഫലിഖുൽ, അവൻ പറയട്ടെ, അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, അല്ലാഹുവേ നീയല്ലാതെ നന്മകൾ കൊണ്ടുവരുന്നു തരികയില്ല. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, നീയല്ലാതെ ദോഷങ്ങൾ തടയുകയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്, നിന്നെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന്. അതായത് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പല ആളുകളും ശകുനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുകയാണ്. കാരണം അത് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ള നിലക്കാണ് അവർ ആ ശകുനത്തിൽ പിന്മാറുന്നത്. എന്നാൽ ഒരു മുസ്ലിം അത് ചെയ്യാൻ ഇറങ്ങിയിട്ട് അവൻ എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ ഒക്കെ ആ വിഷയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ പറയേണ്ട വാക്കാണ് അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത, നന്മ നീയല്ലാതെ കൊണ്ടുവരില്ല, അള്ളാഹിനെ കൊണ്ടല്ലാതെ നമുക്കൊരു നന്മ ഉണ്ടാവാൻ പോകുന്നില്ല. വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത, ദോഷങ്ങൾ അത് നീയല്ലാതെ തടയുകയില്ല. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബിക്, നിന്നെ കൊണ്ടല്ലാതെ കഴിവും ശക്തിയും ഇല്ല. പൂർണ്ണമായും അള്ളാഹുവിനെ ആശ്രയിച്ച് അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പറയുന്ന വാക്കാണത്. അപ്പൊ അങ്ങനെയാണ് ഒരു സത്യവിശ്വാസം ഉണ്ടാവുന്നത്. അവൻ പൂർണ്ണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. അല്ലാതെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാരണങ്ങളെ ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തുമെന്ന വിശ്വാസം കൊണ്ടോ അല്ല ഒരു മുസ്ലിം ജീവിക്കേണ്ടത്. അവൻ പൂർണ്ണമായും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. وعن ابن مسعود مرفوعا, ابن مسعود റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്ത് മർഫൂആയിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു ഭാഗവുമുണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഈ ഹദീസിന്റെ ബാക്കി ഭാഗവുമുണ്ട്. അത്തിയറതു ശിർകുൻ, അത്തിയറതു ശിർകുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതുപോലെ ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്. ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിനെതിരായിട്ടുള്ള, അള്ളാഹുവിൽ ആശ്രയിക്കുന്നതിനെതിരായിട്ടുള്ള, നന്മ വരുത്തുന്നതിലും ദോഷം തടയുന്നതിലും അള്ളാഹുവിന് പുറമെ മറ്റൊരാളെ ആശ്രയിക്കുന്ന അവസ്ഥയാണത്, മറ്റൊരു കാരണത്തെ. അതുകൊണ്ട് തന്നെ അത് ശിർക്കാണ്. അത് അടിസ്ഥാനപരമായി ശിർക്കുൻ അസ്ഗറാണ്. എന്നാൽ പൂർണ്ണമായ ഒരു കാര്യത്തെ ആശ്രയിക്കുകയാണെങ്കിൽ ശിർക്കുൻ അക്ബറായി തീരും. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ മിന്നാ ഇല്ലാ, നമ്മളിൽ ഒരാളുമില്ല എന്തെങ്കിലുമൊക്കെ അതിന്റെ ഭാഗമല്ലാതെ ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും എന്തെങ്കിലും കാര്യം ഉണ്ടാവുമ്പോൾ ആർക്കെങ്കിലും അവരുടെ ഉള്ളിൽ ചിലപ്പോൾ എന്തുണ്ടാവും, പിന്നെ അതിപ്പോ ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇതിപ്പോ ഇങ്ങനെ ചെയ്തോണ്ടാവോ, ഇങ്ങനെ ആയതുകൊണ്ടാവോ, ഇങ്ങനെ ചിലപ്പോഴൊക്കെ ചില ചിന്തകൾ ഉണ്ടാകും. എന്നിട്ട് പറയാണ് വലാകിന്നല്ലാഹ യുദ്ഹിബുഹു ബിത്തവക്കുൽ, അങ്ങനെ ആ തോന്നുന്ന ചെറിയ ചിന്തയെ പോലും അല്ലാഹു തആല ഒഴിവാക്കുന്നത് അവന്റെ തവക്കുൽ കൊണ്ടാണ്. അങ്ങനെയുള്ള ചിന്ത തോന്നൽ ഒഴിവാക്കപ്പെടുന്ന എന്തുകൊണ്ടാണ്? തവക്കുൽ കൊണ്ടാണ്. അല്ലാതെ ആ ചിന്ത ഒഴിവായി പോവുകയില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അത്തിയറതു ശിർകുൻ, തിയറത്തി എന്നുള്ള ശിർക്കാണ്, ശകുനം നോക്കുക എന്നുള്ള ശിർക്കാണ്. അത് തൗഹീദിന്റെ അടിസ്ഥാനമായിട്ടുള്ള അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിനെതിരാണ്, അള്ളാഹുവിന്റെ ഖളാ ഖദറിനെതിരാണ്, അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിനെതിരാണ്. പക്ഷേ മനുഷ്യരായ നമ്മളിൽ പലരിലും ഇടക്കൊക്കെ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ ഒഴിവാക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ അള്ളാഹു അതിനെ ഒഴിവാക്കുന്നത് തവക്കുൽ കൊണ്ടാണ്. അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഒഴിവാക്കി കൊടുക്കുന്നതാണ് എന്നുള്ളത്. ഇത് പിന്നെ ഒരു അനുഭവം ഇതുപോലെ ഉണ്ടായത് പിന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഞാൻ ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്ന കാലത്ത് ലക്ഷദ്വീപില് ഒരു ജാറത്തില് ഒരു ആണ്ട് നേർച്ച ഇറക്കുന്നുണ്ട്. അപ്പൊ ആ ദിവസം ആരും മീൻ പിടിക്കാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഈ ഖുറാഫാത്ത് ഇറങ്ങിയിട്ടുള്ള ആളുകളുടെ വിശ്വാസം. അതുകൊണ്ട് ആ ദിവസത്തിൽ എന്ത് ചെയ്യില്ല, അവർ മീൻ പിടിക്കാൻ പോയില്ല. അപ്പോ മീൻ പിടിക്കാൻ പോകുന്ന കൂട്ടത്തില് നമ്മുടെ തൗഹീദുള്ള ഒരു വ്യക്തിയുണ്ട്. അതിലും തൗഹീദുള്ള കുറച്ച് ആളുകളുണ്ട്. അതിൽ തൗഹീദുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തു, ആ ദിവസം എന്ത് ചെയ്തു, അവരിങ്ങനെ പിന്നെ അന്ന് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമാവുന്നതാണ് അവർ വിശ്വാസം. ആ ദിവസത്തിന് ശകുനാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോ ഈ വ്യക്തി എന്ത് ചെയ്തു, ആ ദിവസം തന്നെ എന്താ കാണണല്ലോ എന്ന നിലയ്ക്ക്
ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് ബോട്ടുണ്ട്. ആ ബോട്ട് എടുത്തിട്ട് മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോയിട്ട് കുറച്ച് പോയപ്പോൾ ബോട്ടിന്റെ എഞ്ചിൻ കേടുവന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ തുഴഞ്ഞ് ഒരു വഴിയിലായിട്ട് തിരിച്ച് ഇങ്ങോട്ട് കരയിലെത്തി. സ്വാഭാവികമായിട്ട് എന്തുണ്ടായിണ്ടാവും? അവിടുത്തെ ആളുകൾ എന്നോടപ്പഴേ പറഞ്ഞില്ലേ, ഇവിടുത്തെ വലിയന്റെ ജാറത്തിൽ ഇങ്ങനെ അതായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉണ്ടായത്, ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എഞ്ചിന്റെ എന്തോ ഒരു കേബിൾ എന്തോ പൊട്ടിയതാണ്. അയാൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സമയത്ത് ആളുകൾക്ക് എന്ത് തോന്നാം, ഇനിയിപ്പോ അതുകൊണ്ടാണോ ആയിപ്പോയത് എന്നുള്ള ചിന്ത ആ സമയത്ത് വന്നിരിക്കാം ചില ആളുകൾക്കെങ്കിലും, എല്ലാവർക്കും ഒന്നല്ല. ആ വ്യക്തി പറഞ്ഞത് അതുകൊണ്ടൊന്നല്ല, എഞ്ചിന്റെ വള്ളി പൊട്ടിയതാന്ന് പറഞ്ഞിട്ട് നേരാക്കിയിട്ട് അയാൾ വീണ്ടും പോയി മീൻ പിടിച്ചിട്ട് വരികയുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പല രീതിയിൽ പലരിലും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ ഇല്ലാതാക്കുന്ന എന്താണ്? അള്ളാഹുവിലുള്ള തവക്കുലാണ്. അതുകൊണ്ടാണ് ആ കാര്യത്തെ ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു റിവായത്ത് വലി അഹ്മദ് മിൻ ഹദീസ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസിൽ മൻ റദ്ദത്ഹു الطيرة عن حاجته فقد أشرك, ആരെങ്കിലും ശകുനം നോക്കിയിട്ട് അവൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിൽ നിന്ന് ആ ശകുനം നോക്കുന്നത് അവനെ തടഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. അതായത് അവനൊരു കാര്യത്തിൽ ഇറങ്ങി, ഇപ്പൊ നമ്മുടെ നാട്ടില് പൊതുവെ കേൾക്കുന്നത്, അവനൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി, അങ്ങനെ ഇറങ്ങി തിരിഞ്ഞൊക്കെ റെഡിയായി. അപ്പോഴാണ് മുന്നിലൂടെ ഒരു കറുത്ത പൂച്ച ചാടിപ്പോയത്. അപ്പൊ അവൻ വിശ്വസിക്കുന്നത് എന്താണ്? ഈ കറുത്ത പൂച്ച ചാടിപ്പോയി കഴിഞ്ഞാൽ അത് നല്ല ശകുനമല്ല, അത് ദോഷമാണ്, ആ കാര്യം നടക്കൂല, അത് ശരിയല്ല എന്നുള്ളതാണ് അവന്റെ ആ ശകുനവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം. അവൻ ഇറങ്ങിയ പ്രവർത്തനത്തിൽ നിന്ന് അവനത് ഈ ഒരു കാരണം കൊണ്ട് അവൻ പിന്തിരിഞ്ഞു പോവുകയാണ് എങ്കിൽ എന്താണ് അവസ്ഥ? ഫഖദ് അശ്റക, അവൻ ചെയ്തത് ശിർക്കാണ്. കാരണം ഒരു രീതിയിലും അള്ളാഹു സബബാക്കാത്ത ഒരു കാര്യത്തെ കൊണ്ട് അവന് ദോഷമുണ്ടാകുമെന്നുള്ള വിശ്വാസം അവൻ വെച്ചു പുലർത്തുന്നത് ശിർക്കാണ്. അത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോ, അപ്പൊ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്ത ശിർക്കാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ കഫാറത്തു ദാലിക്, ഇതിനുള്ള കഫാറത്ത് എന്താണ്? അങ്ങനെ ഒരാൾക്ക് പറ്റിപ്പോയി, അപ്പൊ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അൻ യഖൂല, അവൻ പറയട്ടെ, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക, അല്ലാഹുവേ ഒരു ഖൈറും ഇല്ല, നിന്നെ കൊണ്ടുള്ള ഖൈറല്ലാതെ ഒരു ഖൈറും ഇല്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, നിന്നെ കൊണ്ടുള്ള ശകുനമല്ലാതെ അഥവാ നിന്റെ തീരുമാനത്തിലുള്ള കാര്യമല്ലാതെ ഈ ശകുനത്തിന്റെ പേരിൽ ഒന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നില്ല. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നവൻ പറയട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാനുള്ള വാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മൾ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ തീരുമാനിച്ചിട്ട് ശകുനത്തിന്റെ പേരിൽ നമ്മുടെ തീരുമാനം മാറ്റുന്നുണ്ട് എങ്കിൽ അത് ശിർക്കാണ്. അത് എത്രത്തോളം അതിനെ ആശ്രയിക്കുന്നുവോ അതിനനുസരിച്ച് ശിർക്കുൻ അക്ബറും ശിർക്കുൻ അസ്ഗറിലേക്ക് മാറും. അടിസ്ഥാനപരമായിട്ട് അത് ശിർക്കുൻ അസ്ഗറാണ്. അതിൽ ഇതുകൊണ്ട് മാത്രമാണ് എന്റെ ദോഷം ഉണ്ടാവുന്നതൊക്കെ വിശ്വസിച്ചാൽ അത് ശിർക്കുൻ അക്ബറിലേക്ക് മാറുന്ന ഗൗരവമുള്ള കാര്യമായിട്ട് മാറും. ശിർക്കിന്റെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വലഹു മിൻ ഹദീസിൽ ഫദ്ൽ ഇബ്നു അബ്ബാസ്, ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസിൽ ഇത്ര കൂടി കാണാം, ഇന്നമാ തിയറതു മാ അംവാക ഔ റദ്ദക, ശകുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം നിന്നെ ഒരു കാര്യം പ്രവർത്തിക്കാനുള്ള പ്രേരണ നൽകുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യം ഒഴിവാക്കാൻ അതിൽ നിന്ന് പിന്തിരിയാനുള്ള പ്രേരണയേകുന്ന കാര്യമാണെന്ത് ശകുനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ശകുനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കണം, ഇത് ഇപ്പൊ ചെയ്താൽ നല്ലതാണ്, ഇന്ന് ചെയ്താൽ നല്ലതാണ്, ഇന്ന് ചെയ്താൽ അതിൽ നല്ല കാര്യം നടക്കും. ഇപ്പൊ ഒരു കട ഉദ്ഘാടനം ചെയ്യാനപ്പോ കാണാം നാട്ടിലെ ഖുറാഫാത്തിന്റെ ആളുകൾ ഇന്നാലിന്ന ദിവസം നല്ലതാണ്, ഇന്നാലിന്ന ദിവസം മോശമാണ്, നെഹ്സാണ്, ഇത് നല്ലതല്ല, അങ്ങനെയൊക്കെ പല രീതിയിൽ പറയും. അപ്പോ ഒരു കാര്യം ചെയ്യാൻ ഈ ശകുനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാനോ ചെയ്യാതിരിക്കാനോ പ്രേരണയേകുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ തിയറത്ത് എന്ന് പറഞ്ഞത്. അത് ശിർക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ഇസ്ലാമിനെ കുറിച്ച് വെറും പേര് മുസ്ലിം പേരായി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജീവിക്കുന്ന വലിയ വിഭാഗം ആളുകൾ ദീനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ട് ഉള്ള ആളുകൾ നമ്മുടെ ഈ നാടുകളിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒന്നുകിൽ അവര് ചെറുപ്പം മുതലേ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള
അല്ലെങ്കിൽ അവര് പഠിച്ചിട്ടുള്ള രീതിയിൽ ഇതുപോലെയുള്ള ധാരാളം ഖുറാഫാത്തുകൾ ഉണ്ട്. അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച് അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ഒരു പ്രവർത്തനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാരണങ്ങളെ ശകുനമായി കണ്ട് അതനുസരിച്ച് നമ്മൾ ആ പ്രവർത്തനത്തെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ശിർക്കിന്റെ ഇനത്തിൽ പെട്ടതാണ്. ഈ ബാവുമായി ബന്ധപ്പെട്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഇവിടെ അവസാനിച്ചു. ഇനി നമുക്ക് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഈ ബാബിന്റെ ഷർഹിൽ പറഞ്ഞിട്ടുള്ള ഭാഗം വായിക്കാം. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുന്നു, ബാബു അത്തിയറതു, ഈ ശകുനം നോക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. വഹുവ, എന്താണ് തിയറത്ത് എന്ന് പറഞ്ഞാൽ? വഹുവ തശാഉമു ബിത്തുയൂരി വൽ അസ്മാഇ വൽ അൽഫാളി വൽ ബഖാഇ വൽ അഷ്ഖാസി വഗൈരിഹാ, ഒരു പക്ഷിയെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേരുകളെ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ടോ അല്ലെങ്കിൽ സ്ഥലമോ സമയമോ അങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ട് ശകുനം നോക്കുക, അതുകൊണ്ട് ദോഷമുണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് തിയറത്ത് എന്ന് പ്രത്യേകമായി പറയുന്നത്. ഫനഹാ അശ്ശാരിഉ അൻ തതയ്യുരി വദമ്മിൽ മുതതയ്യിരീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ശകുനം നോക്കുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ ആക്ഷേപിച്ചിട്ടുമുണ്ട്. വകാന യുഹിബ്ബുൽ ഫഅല വയക്റഹു തിറത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല വാക്കുകൾ പറയുക, നല്ല നല്ല എന്തെങ്കിലും അടയാളങ്ങൾ കണ്ട് നല്ല പ്രതീക്ഷിക്കുക, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു. പക്ഷേ ഇങ്ങനെ ശകുനം നോക്കി എന്തെങ്കിലും തടസ്സമായി കാണുന്നത് വെറുത്തിരുന്നു. വൽ ഫർഖു ബൈനഹുമാ, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അന്നൽ ഫഅലൽ ഹസൻ ലാ യുഖില്ലു ബിഅഖീദത്തിൽ ഇൻസാനി വലാ ബിഅഖ്ലിഹി വലൈസ ഫീഹി തഅലീഖുൽ ഖൽബി ബിഗൈരില്ലാഹ്. ഈ ഫഅലുൽ ഹസൻ അഥവാ നല്ല ഒരു പ്രതീക്ഷ വെക്കുക, അള്ളാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വെക്കുക എന്നുള്ളതിൽ ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന് എതിരാകുന്ന ഒരു കാര്യമില്ല, അവന്റെ ബുദ്ധിക്ക് എതിരാകുന്ന ഒരു കാര്യമില്ല, അവന്റെ ഖൽബ് മറ്റൊന്നുമായിട്ട് ബന്ധപ്പെടുന്നുമില്ല. അതായത് നല്ലൊരു വാക്കൊക്കെ നന്നാവും, ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സഹായിക്കും എന്നുള്ളൊരു പ്രതീക്ഷ വെക്കുന്നതുകൊണ്ട് എന്തില്ല, അതിൽ അവന്റെ വിശ്വാസം പയച്ചു പോകുന്നില്ല, അവന്റെ ബുദ്ധിക്ക് ഇതുകൊണ്ട് എന്തോ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള വിശ്വാസം വരുന്നില്ല, അവന് വേറെ ഒന്നിനായിട്ട് ബന്ധപ്പെടുന്നില്ല, ഖൽബിനെ തഅല്ലുഖാവുന്നില്ല. ബൽ ഫീഹി മിനൽ മസ്ലഹത്തി നശാത്ത് വസ്സുറൂർ വതഖ്വിയത്തുൻ നുഫൂസ് അലൽ മഖ്താലിബിൻ നാഫിയ. പക്ഷേ ഇങ്ങനെ നല്ല വാക്കുകൾ ഉണ്ടാവുക, ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉണ്ടാവുക, അതെല്ലാം എന്താണ്, ആ കാര്യം ചെയ്യാനും അതിൽ മുന്നേറാനും കൂടുതൽ പ്രോത്സാഹനമേകുന്ന കാര്യമായിട്ട് മാത്രമേ മാറുകയുള്ളൂ. വസിഫത്തു ദാലിക അയ്യഅ്സമ അൽഅബ്ദു അലാ സഫരിൻ ഔ സവാജിൻ ഔ അഖ്ദിൻ മിനൽ ഉഖൂദ് ഔ അലാ ഹാലത്തിൻ മിനൽ അഹ്വാൽ. ഞാനൊരു ഉദാഹരണം പറയാറ്. ഒരു വ്യക്തി അയാൾ ഒരു യാത്രക്കോ അല്ലെങ്കിൽ വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടത്തിനോ മറ്റേതെങ്കിലും കരാറിനോ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട മിനൽ അഹ്വാലിൽ മുഹിമ്മ, പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ثم يرى في تلك الحال ما يسره أو يسمع كلاما يسره مثل, അവന് അതിനൊരുങ്ങി അവൻ ഇറങ്ങുന്ന സമയത്ത് അവൻ ആ ഇറങ്ങുന്ന കാര്യത്തിനുമായി ബന്ധപ്പെട്ട് സന്തോഷമേകുന്ന ഒരു വാക്ക് കേൾക്കുകയാണ്, അല്ലെങ്കിൽ സന്തോഷമേകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ പറയുകയാണ് അല്ലെങ്കിൽ കാണുകയാണ് ഒക്കെ ചെയ്യാണ്. ഉദാഹരണത്തിന് മിസ്ലി ഒരാൾ പറയാണ് യാ റാഷിദ്, യാത്രക്ക് പുറപ്പെടുന്ന ഒരാളെ ഒരാൾ വന്ന് വിളിക്കുകയാണ് യാ റാഷിദ്, നേർമാർഗത്തിലായവനെ എന്ന് വിളിക്കുകയാണ്. അതാണ് യാത്ര പുറപ്പെടുകയാണ്, അപ്പൊ നല്ല രീതിയിലാകും. അലി ഔസാലിം, സുരക്ഷിതനായവനെ, ഔഗാനിം അല്ലെങ്കിൽ ധാരാളം നേട്ടം ഉണ്ടാക്കുന്നവനെ, നിനക്ക് ധാരാളം നേട്ടം ഉണ്ടാവട്ടെ എന്നൊക്കെ ഒരാൾ നല്ല വാക്ക് പറയുകയാണെങ്കിൽ എന്താണ്, فيتفاءل ويزداد طمعه في تيسير ذلك الامر الذي عزم عليه. അവന്റെ മേലെ എന്തായിരിക്കും, അവൻ ആ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് കൂടുതൽ അതിൽ പ്രതീക്ഷയേകുന്ന കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. ഇപ്പൊ ഒരാൾ കച്ചവടം തുടങ്ങുകയാണ്, ആ കച്ചവടം തുടങ്ങുമ്പോൾ കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് എനിക്ക് നല്ല ലാഭം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരിക്കും, എനിക്ക് നല്ല കാര്യമായിരിക്കും, അങ്ങനെ ഈ രീതിയിൽ നല്ല വാക്കുകൾ പറയുമ്പോൾ എന്താണ്, അവന് സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവന് നേട്ടം ഉണ്ടാവും. ഫഹാദാ കുല്ലുഹു ഖൈറുൻ, അത് നന്മയാണ്. വആസാറുഹു ഖൈറുൻ, അതുകൊണ്ട് നന്മയാണ് ഉണ്ടാവുക. വലൈസ ഫീഹി മിനൽ മഹാദിരി ശൈഉൻ, അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി ശകുനവുമായി ബന്ധപ്പെട്ട്, അതാണ് ഫഅൽ എന്ന് പറഞ്ഞത്, ശകുനവുമായി ബന്ധപ്പെട്ട് പറയാണ് വഅമ്മത്തിറതു, ശകുനം നോക്കുക എന്നുള്ളത് ഫഇന്നഹു ഇദാ അസമ അലാ ഫിഅലി ശൈഇൻ മിൻ ദാലിക മിനൽ ഉമൂരി നാഫിഅതി ഫിദ്ദീനി ഔ ഫിദ്ദുനിയ. ശകുനം എന്ന് പറഞ്ഞാൽ ഒരാൾ അവന്റെ ദീനിനോ ദുനിയാവിനോ ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൻ കാണുകയോ കേൾക്കുകയോ ചെയ്യാണ് അവന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം.
ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം മനസ്സിലാക്കുക. അവന് ഒരു കാര്യത്തിന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അവന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം ഉണ്ടായി. അസ്റ ഫീ ഖൽബിഹി അഹദ് അംറൈൻ, അവന്റെ ഖൽബിൽ രണ്ടാമൊരു അവസ്ഥ അവനുണ്ടാവുകയാണ്. രണ്ടാമൊരു അവസ്ഥ ഉണ്ടാവുക വിചാരിക്കുക. ഒന്നാമത്തേത് അഹദുഹുമാ അഅ്ദമു മിനൽ ആഖർ, ഒന്നാമത്തേത് ഏറ്റവും ഗൗരവമുള്ളതാണ് രണ്ടാമത്തേതിനേക്കാളും. എന്താണ്? അഹദുഹുമാ അയസ്തജീബ ലിദാലിക അദ്ദാഇ, അവൻ ആ കാരണത്തിന് അവൻ ഉത്തരം ചെയ്യും. ഇപ്പോ പൂച്ച കുറുകെ ചാടുന്ന ഒരു ഉദാഹരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരാള് ഒരു യാത്ര പുറപ്പെടാൻ തീരുമാനിച്ച് ഇറങ്ങുമ്പോ അവൻ എല്ലാം തയ്യാറായി ഇറങ്ങി, അവൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി, അവൻ തീരുമാനിച്ച് ഇറങ്ങുകയാണ്. അവൻ ഇറങ്ങുന്ന സമയത്താണ് അവന്റെ മുമ്പിലൂടെ ഇതുപോലെ ഒരു കാര്യം ഉണ്ടായത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്, വേറെ എന്തോ ഒരു കാര്യം, അവൻ എന്തെങ്കിലും കാണുക, എന്തെങ്കിലും മൃഗത്തെ കാണുക, എന്തെങ്കിലും ജീവിയെ കാണുക, എന്തോ ഒരു ശകുനം അവൻ എന്തിനെ നോക്കുകയാണെങ്കിലും അവൻ എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോ അവൻ എന്ത് ചെയ്യാണ്, അതിനനുസരിച്ച് അവന്റെ തീരുമാനം മാറ്റിയാണ്. ഫയത്റുകു മാ കാന ആസിമൻ അലാ ഫിഅലിഹി ഔ ബിൽ അഖ്സി ഫയതതയ്യറു ബിദാലിക്, അവൻ ആ ശകുനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് അവൻ പിൻവാങ്ങുകയാണ്. അവൻ ആ യാത്ര പുറപ്പെടാവുന്നതിൽ നിന്ന് അവൻ പിൻവാങ്ങുകയാണ്. അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് പിൻവാങ്ങുകയാണ്. വയൻഖുസു അനിൽ അംരി അല്ലദീ കാന ആസിമൻ അലൈഹി, അവൻ ഉറച്ചു തീരുമാനിച്ച ആ കാര്യം അവൻ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് പറയാണ് ഫഹാദാ കമാ തറാ ഖദ് അല്ലഖ ഖൽബഹു ബിദാലികൽ മക്റൂഹ് ഗായത തഅലീഖ് വഅമില അലൈഹി. ഇവിടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അവന്റെ ഖൽബ് ആ ഒരു കാര്യവുമായിട്ട് വലിയ രീതിയിൽ എന്താണ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, വലിയ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കാരണം അവന്റെ ആ കർമ്മത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ എന്താവാണ്, അവൻ മാറ്റുകയാണ്. വതസറഫ ദാലികൽ മക്റൂഹ് ഫി ഇറാദതിഹി വഅസ്മിഹി വഅമലിഹി, അവന്റെ തീരുമാനത്തിലും ഉദ്ദേശത്തിലും എല്ലാം ആ ഒരു കാര്യം കൊണ്ട് അത് മാറ്റം വരുത്തി, അവൻ മാറ്റി. ഫലാ ശക്ക അന്നഹു അലാ ഹാദൽ വജ്ഹ് അസ്റ അലാ ഈമാനിഹി, ഒരു സംശയവുമില്ല ഈ ഒരു അവസ്ഥയിൽ അവൻ അവന്റെ വിശ്വാസത്തെയാണ് നശിപ്പിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹുവിനെ കൊണ്ടാണ് ഖൈർ, അള്ളാഹുവിനെ കൊണ്ടാണ് പിന്നെ ഒരു ദോഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, ഖൈറാണെങ്കിൽ അള്ളാഹുവിൽ നിന്നാണ് വിശ്വസിക്കുന്നവരാണ്. അഥവാ അടിമകളെ സംബന്ധിച്ച് ഒരു ഷെറായ കാര്യം ഉണ്ടാകുന്നത്, അടിമകൾ ഷെറായി തോന്നുന്നതും അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് സംഭവിക്കാന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ. അപ്പൊ ആ വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒരു കാര്യമാണ് അവനിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്. വതസറഫ ദാലികൽ മക്റൂഹ് അവന്റെ തൗഹീദും തവക്കുലും അവിടെ ന്യൂനത വന്നിട്ടുണ്ട്, അവൻ വീണ് പോയിട്ടുണ്ട്. ثم بعد هذا لا تسأل عما يحدثه له هذا الأمر من ضعف القلب ووهنه وخوفه من المخلوقين. പിന്നെ ഈ ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൽബിൽ പിന്നെ എത്രത്തോളം ദുർബലത ഉണ്ടാവുക, സൃഷ്ടികളെ കുറിച്ചുള്ള പേടി എത്ര ഉണ്ടാവുക. وتعلقه بالأسباب وبأمور ليست أسبابا, അവൻ എന്തൊക്കെ കാര്യകാരണ ബന്ധങ്ങളുമായിട്ട് പൂർണ്ണമായി ഹൃദയം ബന്ധപ്പെട്ട് കിടക്കുന്ന, ഇനി ഒരു കാരണമില്ലാത്ത കാര്യങ്ങളുമായിട്ട് വരെ അവന്റെ കൽബ് ബന്ധപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് അവന് പിന്നെ ഉണ്ടാവുക. അവൻ വീണ്ടും ദുർബലനായി പോകും. ഏതൊരു ചെറിയ കാര്യത്തെ പോലും ഭയപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ അവന്റെ കൽബ് അള്ളാഹുനുമായി മാത്രം തഅല്ലുഖാവുന്നതിൽ നിന്ന് തടയപ്പെടും. വഹാദാ മിൻ ദഅഫി തൗഹീദ് വത്തവക്കുൽ, അത് തൗഹീദിന്റെയും തവക്കുലിന്റെയും കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. വമിൻ തുർഖി ശിർകി വവസായിലിഹി മിനൽ ഖുറാഫാത്തിൽ മുഫ്സിദത്തി ലിൽ അഖൽ, അതുപോലെ തന്നെ ഷിർക്കിന്റെ ഇനങ്ങളിലേക്ക് എത്തുന്ന, ഷിർക്കിന്റെ വസീലയായി മാറുന്ന, അതുപോലെ തന്നെ ഒരാളുടെ ബുദ്ധിയെ തിരിച്ചു കളയുന്ന ഖുറാഫാത്തുകളിലേക്ക് വഴി നയിക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ഇനം. അതായത് ഒരാൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് അവന് വെറുക്കുന്ന ഒരു കാര്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആ കാര്യത്തിൽ നിന്നുള്ള തീരുമാനം അവൻ മാറ്റുമ്പോൾ അവനുണ്ടാകുന്ന അവസ്ഥ ഇതായിരിക്കും. ഇത് ഗൗരവമുള്ളതാണ്. രണ്ടാമത്തെ അവസ്ഥ ഉണ്ടാകുന്നത് അൽ-അംറുസാനി, രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അല്ലാ യസ്തജീബ ലിദാലിക അദ്ദാഇ, അവൻ ഈ കാര്യം കണ്ടു, അവൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അവന്റെ തീരുമാനം മാറ്റിയിട്ടില്ല. ഇപ്പോൾ വേറൊരാൾ യാത്ര പുറപ്പെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. അപ്പൊ അവന്റെ മുമ്പിലും ഇതുപോലെ ഒരു പൂച്ച ചാടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടായി, പക്ഷെ അവൻ എന്ത് ചെയ്തില്ല, അതിന്റെ പേരിൽ അവന്റെ ആ യാത്ര എന്ത് ചെയ്തില്ല, മാറ്റിയില്ല. അവൻ ആ യാത്ര തുറന്ന് പുറപ്പെട്ടു. വലാകിന്നഹു, പക്ഷേ യുഅ്സിറു ഫീ ഖൽബിഹി ഹുസ്നൻ വഹമ്മൻ വഗമ്മൻ, പക്ഷെ അവന്റെ മനസ്സിൽ എപ്പോഴും ഒരു വിഷമവും ഒരു പേടിയും, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവോ എന്നുള്ള പേടിയും ബേജാറും എപ്പോഴും ഉള്ളിലായിട്ടിരിക്കുക. ഫഹാദാ വഇൻ കാന ദൂനൽ അവ്വൽ, ഇവൻ ഒന്നാമത്തെ ആളെ പോലെയല്ല. ഒന്നാമത്തെ ആൾ എന്ത് ചെയ്തു, ആ തീരുമാനം തന്നെ മാറ്റി. ഇവൻ ഒന്നാമത്തെ ആളെ പോലെയല്ല, ഉള്ളിലൊരു പേടിയും ബേജാറൊക്കെ ഉള്ളൂ. ലാകിന്നഹു ശർറുൻ വദററുൻ അലൽ അബ്ദ്, പക്ഷെ അവന്റെ മേലെ എന്തുണ്ട്, ചില ദോഷങ്ങൾ ബാധിക്കാറുണ്ട്. കാരണം അവന്റെ വിശ്വാസം എന്തല്ല, പരിപൂർണ്ണമായിട്ടില്ല. അവൻ ആ ബേജാറിലാണ് ചെയ്യുന്നത്.
വളഅഫുൻ ലിഖൽബിഹി വമൂഹിനുൻ ലിതവക്കുലിഹി, അവന്റെ ഖൽബ് ദുർബലമാണ്, അല്ലാഹുവിലുള്ള ഭരമേൽപ്പിക്കുന്നത് അവൻ ദുർബലമായിട്ടാണ് ഭരമേൽപ്പിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ വ്യക്തി അവന് ഈ ശകുനം നോക്കിയതിന്റെ പേരിൽ അവന്റെ തീരുമാനത്തിലോ ഉദ്ദേശത്തിലോ പ്രവർത്തനത്തിലോ മാറ്റമൊന്നും വന്നിട്ടില്ല. അവൻ ആ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ കൽബിൽ ഭയങ്കരമായിട്ടുള്ള ബേജാറും ഇതുകൊണ്ട് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ചിന്തയും അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ അവന്റെ കൽബിന്റെ ദുർബലതയും തവക്കലിന്റെ ദുർബലതയും അവിടെ വ്യക്തമാണ്. വറുബ്ബമാ അസാബഹു മക്റൂഹൻ ഫظن انه من ذلك الامر فقوي تطيره. ഇനി ചിലപ്പോഴൊക്കെ അവന്റെ ജീവിതത്തിൽ എന്തുണ്ടാകും, അവൻ എന്താണോ വെറുക്കുന്നത് അത് സംഭവിക്കും. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കാര്യത്തിന് എന്തെങ്കിലും ദോഷം പറ്റുന്നാവും വിശ്വാസം, പക്ഷെ അവനത് പരിഗണിക്കാതെ പോയിട്ടുണ്ടാവും, പക്ഷെ അവന്റെ ഉള്ളിൽ പേടിയുണ്ടാവും. ഇനി അവൻ അതേപോലെ എതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അവനെന്താവും, ആ ശകുനം ഒന്നുകൂടി ശക്തമായിട്ട് മാറും. അതുകൊണ്ട് തന്നെയാണ് ഉണ്ടായത്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, അങ്ങനെയുള്ള ചിന്ത അവനുണ്ടാകും. വറുബ്ബമാ തദറജ ബിഹി ഇലൽ അംരിൽ അവ്വൽ, ചിലപ്പോഴൊക്കെ ആദ്യത്തെ ആളുടെ അതേ അവസ്ഥയിൽ അവനെത്തും. ആദ്യത്തെ ആൾ ചെയ്യാതെ പോയല്ലോ, അതേ അവസ്ഥയിൽ ഇവനും ആവും, എന്താണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള ധാരണ ഉള്ളിൽ കയറിയിട്ട്. ഫഹാദ തഫ്സീലു യുബയ്യിനു ലക് വജ്ഹ കറാഹത്തി ശാരി ലിത്തിയറതി വദമ്മിഹാ. ഈ വ്യത്യാസം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ ഈ കാര്യത്തെ താക്കീത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. വവജ്ഹ മുനാഫാതിഹാ ലിത്തൗഹീദ് വത്തവക്കുൽ, ഇതെങ്ങനെയാണ് തൗഹീദിനും തവക്കുലിനും എതിരാകുന്നത് എന്നും നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വയംബഗി ലിമൻ വജദ ശൈഅൻ മിൻ ദാലിക്, ആരെങ്കിലും ഇങ്ങനെ അവന്റെ ഉള്ളിൽ ഈ ഒരു തരത്തിൽ ശകുനം കൊണ്ട് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ, വഖാഫ് അൻ തഗ്ലിബഹു ദവാഇ തബീഇയ്യ, അവന്റെ പ്രകൃതിയുള്ള ചിന്ത ഇതുപോലുള്ള കാര്യങ്ങൾ ഭയപ്പെടാനുള്ള പ്രേരണ ഉണ്ടാക്കുകയാണെങ്കിൽ, അയുജാഹിദ നഫ്സഹു അലാ ദഫ്ഇഹാ, അവൻ സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യണം ആ കാര്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ ഇപ്പോ എത്ര ശ്രമിച്ചാലും അവനൊരു പേടിയുണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഖുറാഫാത്തിനും വിശ്വാസത്തിനൊക്കെ മാറി വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഉള്ളിൽ അങ്ങനെ ആവുമോ അതാവോ അങ്ങനെയൊക്കെ തോന്നൽ ചിലവർക്ക് ഉണ്ടാവും. അങ്ങനെയുള്ളവര് അവന്റെ കഴിവിന്റെ പരമാവധി സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യണം, അതിനെ ഒഴിവാക്കാൻ. വയസ്തഈനുല്ലാഹ് അലാ ദാലിക്, ആ വിഷയത്തിൽ അള്ളാഹുവിനോട് സഹായം തേടണം. വലാ യർക്കനു ഇലൈഹ, അതിലേക്ക് അവൻ ശ്രദ്ധ കൊടുക്കരുത്, അതിലേക്ക് തിരിഞ്ഞു പോകരുത്, ശൗനത്തിലേക്ക് അവൻ തിരിയരുത്. ബിവജ്ഹിൻ, ഒരു മുഖേന ഒരു വഴിയിലും അവൻ അതിലേക്ക് പോകരുത്. ലിയൻദഫിഅ അശ്ശർറു അൻഹു, ആ ഷർറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത്, ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നുള്ള നിലയ്ക്ക് ആലോചിക്കാനും നിൽക്കരുത്, അതുകൊണ്ടുള്ള ഷർറിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് ഇവിടെ പറയുകയാണ്. അപ്പൊ തിയറത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ശകുനം നോക്കുക, അത് ചില സമയമാകാം, ചില വ്യക്തികളാകാം, ചില ഇതുപോലെയുള്ള കാര്യങ്ങളാകാം, ചില വസ്തുക്കളാകാം, അല്ലെങ്കിൽ ചില പേരുകളോ, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യം ഏത് തരത്തിലും ആകാം. ആ കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഒരു മനുഷ്യൻ അവൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യം ഇന്ന കാരണം കൊണ്ട് അവൻ അതിൽ പിൻവാങ്ങുകയാണെങ്കിൽ അത് ഗൗരവമുള്ള ഒരു കാര്യമാണ്, അത് ശിർക്കിലേക്ക് വഴിവെക്കുന്ന ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. രണ്ടാമത്തെ ദിനം അവൻ ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിലൊരു ബേജാറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്, ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉണ്ടായതാണ് എന്നുള്ള വിശ്വസിക്കുന്ന ഒരവസ്ഥ, ഈ രണ്ട് തരത്തിലാണെങ്കിലും അത് ഗൗരവമുള്ള കാര്യമാണ്. അത് ശിർക്കുൻ അസ്ഗർ വസീലത്ത് ശിർക്കിൽപ്പെട്ട കാര്യമാണ്, ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതാണ്. ധാരാളം ആളുകൾ ഇതുപോലെയുള്ള അബദ്ധങ്ങളിൽ അകപ്പെട്ടത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നുമില്ല എന്ന് ശക്തമായി നിഷേധിക്കുകയും അതില്ല എന്ന് പറയുകയും പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന് ബലമേൽപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് തിയറത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നക്ഷത്രങ്ങളുടെ സ്വാധീനം, അതുപോലെ ഒന്ന് രണ്ട് ബാബുകൾ ഇതുമായി ബന്ധപ്പെട്ട് തുറന്നു വരുന്ന ഒന്ന് രണ്ട് ബാബുകൾ കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദർസുകളിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ശിർക്കിന്റെ ചെറിയ ഇനത്തിൽ നിന്ന് പോലും അകലാനും പൂർണ്ണമായി അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് തൗഹീദ് സാക്ഷാത്കരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.